ഇപ്പോൾ മന്ത്രി കെ രാജൻ സംസാരിക്കുകയാണ്. അതിലേക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യം എന്നാണ് പൊതുവെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ആവശ്യമായിട്ടുള്ള ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള നിർദ്ദേശം ഇതിനകം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ ഏത് ഘട്ടത്തിലും 5929 ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള സൈറ്റുകൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഏത് ഘട്ടത്തിലും ആ ക്യാമ്പുകൾ ആരംഭിക്കാനും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും കഴിയുന്ന വിധം എല്ലാ ക്യാമ്പുകളിലും എല്ലാ വിധത്തിലുമുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ജലാശയങ്ങളിൽ കുളിക്കുക, പുഴ ക്രോസ് ചെയ്ത് കിടക്കുക, വെള്ളത്തിൽ മറ്റു വിധത്തിലുള്ള ജലക്രീഡകളിൽ ഏർപ്പെടുക, കുട്ടികൾക്ക് സ്കൂൾ മുടക്കാണ്, വെക്കേഷനാണ്, മഴയായതുകൊണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് വീടുകളിൽ തന്നെ സുരക്ഷിതരായിരിക്കുന്നതിന് പകരം ഏതെങ്കിലും വിധത്തിലുള്ള ജലാശയങ്ങളിൽ കളിക്കുന്നതോ ഇടപെടുന്നതോ ആയ സ്ഥിതി ഒരു കാരണവശാലും അനുവദിക്കരുത്. 28-ാം തീയതി വരെ തീരദേശത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് അതുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പോകുന്നത് വരെയുള്ള ഗൗരവങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മരത്തിന്റെ ചില്ലകൾ വീഴുന്നതും മരങ്ങൾ വീഴുന്നതുമായിട്ടുള്ള ധാരാളം അനുഭവങ്ങളുണ്ട്. ആവശ്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിനു പുറമെ ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ, കൊടിമരങ്ങ് തുടങ്ങി കാറ്റത്ത് വീഴാൻ സാധ്യതകളിലെല്ലാം തൽക്കാലം ഊരിവെക്കുകയോ കാറ്റും മഴയും ഏൽക്കാത്ത വിധത്തിൽ ബലപ്പെടുത്തുകയോ ചെയ്യാനുള്ള അടിയന്തരമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. വാഹനങ്ങൾ ഈ തരത്തിൽ അപകടമുള്ള സ്ഥലങ്ങളുടെ താഴെ പാർക്ക് ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടെങ്കിൽ അതും മാറ്റണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. 4 കേന്ദ്രങ്ങളിൽ ആവശ്യമായിട്ടുള്ള വാഹനങ്ങളും ഉപകരണങ്ങളും കേന്ദ്രീകരിക്കാൻ ജില്ലാ അതോറിറ്റിയോട് നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഇടുക്കി, വയനാടാണ്. ഈ 2 മേഖലകളിലും ചിലപ്പോൾ ചുരമിടിയുകയും അതുമായി ബന്ധപ്പെട്ട യാത്ര ദുസ്സഹമാവുകയും ഒക്കെ ചെയ്താൽ വേറെ ഒരു തരത്തിലുമുള്ള പുറം ലോകവുമായി ബന്ധപ്പെടാത്ത സ്ഥിതി ഉണ്ടാകാതിരിക്കാൻ ഇടുക്കി, വയനാട്, മലപ്പുറം, പത്തനംതിട്ട 4 ജില്ലകളിൽ അടിയന്തര ഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ള വാഹനങ്ങളും ഉപകരണങ്ങളും സജ്ജീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ 8 സേനകൾ ഇപ്പോൾ സജ്ജമാണ്. കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട ഇങ്ങനെ 8 ടീമുകളാണ് NDRFന്റെ ഭാഗമായി ഇപ്പോൾ നമ്മൾ വിന്യസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അവരെല്ലാം അതത് സ്ഥലങ്ങളിൽ കൃത്യമായി വിന്യസിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ക്യാമ്പ് ആരംഭിച്ചിട്ടില്ല. ഈ തരത്തിലുള്ള പെയ്ത്തുവെള്ളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിൽ റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് മന്ത്രി കെ രാജൻ